അങ്ങനെ ഒരു തെറ്റായ കാഴ്ചപ്പാട് നമുക്കുണ്ട്. ബാങ്കുകൾ എപ്പോഴും സോഷ്യൽ സർവീസിന് മാത്രം ഇത് ചെയ്താണ്. അവിടെ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, അവിടെ ഗവൺമെൻറ് ഉണ്ട്, അവിടെ കസ്റ്റമേഴ്സിൻ്റെ എക്സ്പെക്റ്റേഷൻസ് കൂടുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ബാങ്കുകൾക്ക് പ്രവർത്തന ചെലവുകളുണ്ട്. ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം ഈ മാർജിൻ മെയിൻറ്റെയിൻ ചെയ്യപ്പെടുക എന്നുള്ളത് അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും എല്ലായ്പ്പോഴും ഡെപ്പോസിറ്റ്സ് റേറ്റ്സും ലെൻഡിങ് റേറ്റും ലോൺ റേറ്റും തമ്മിൽ വ്യത്യാസം വരുന്നത്. ജനറലി പറയും വേൾഡിൽ ദർ ഇസ് നോ ഫ്രീ ലഞ്ച്. ആരും ഫ്രീ ആയിട്ട് നമുക്ക് ഭക്ഷണം മേടിച്ച് തരുന്നില്ല. എനിക്ക് പറയാനായിട്ടുള്ളത് നമ്മളുടെ ലോണുകൾ മെയിനായിട്ട് പ്രൊഡക്റ്റീവായിട്ടുള്ള പർപ്പസുകൾക്ക് വേണ്ടിയിട്ട് ലിമിറ്റ് ചെയ്യാൻ നോക്കുക. കൺസംഷൻ വേണ്ട എന്നല്ല, പക്ഷേ കൺസംഷൻ എടുക്കുമ്പോഴും നമുക്ക് ആവശ്യമാണോ, നമ്മുടെ അത്യാഗ്രഹമാണോ, ഗ്രീഡാണോ, നീഡാണോ എന്ന് നോക്കിയിട്ട് വേണം ലോണുകൾ എടുക്കാനായിട്ട്. വീടിൻ്റെ ആധാരം 20 വർഷം അവിടെ ബാങ്കിലിരിക്കും, അവിടെ സേഫായിരിക്കും, അവിടെ ഇരുന്നോട്ട് എൻ്റെ യൂട്ടിലിറ്റിക്ക് മാറ്റം വരുന്നില്ല, ഉപയോഗത്തിന് മാറ്റം വരുന്നില്ല, ഒന്നിനും മാറ്റം വരുന്നില്ല. നമസ്കാരം, ET ടോക്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സാധാരണക്കാർക്കിടയിൽ ബാങ്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സംശയങ്ങളുണ്ട്. അപ്പോൾ ഈ സംശയങ്ങളൊക്കെ എങ്ങനെയാണ് ദൂരീകരിക്കേണ്ടതെന്ന് അറിയില്ല. പല കോമൺ ആയിട്ടുള്ള നമുക്ക് അത്ര ശ്രദ്ധിക്കപ്പെടാത്ത എന്നാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല സംശയങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ആ സംശയങ്ങൾക്കുള്ള ഒരു ഉത്തരം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ഈ ഒരു വിഷയം സംസാരിക്കാനായിട്ട് നമ്മളോടൊപ്പം ഇന്ന് ജോയിൻ ചെയ്യുന്നത് ട്രിനിറ്റി ഫിൻവെസ്റ്റിൻ്റെ CEO ആയിട്ടുള്ള ജിബി ജോർജ് സാറാണ്. നമുക്ക് അദ്ദേഹത്തെ വെൽക്കം ചെയ്യാം. വെൽക്കം സർ. താങ്ക് യു ഹരിപ്രിയ. ആസ് ദ സബ്ജക്ട് സേസ്, എന്നെ 20 വർഷത്തിൻ്റെ ബാങ്കിങ് എക്സ്പീരിയൻസിലേക്കാണ് ഹരിപ്രിയ കൊണ്ടുപോകാൻ ഒരുക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് എനിക്ക് ചോദിക്കാനുള്ള സംശയം, പൊതുവെ ആളുകൾക്ക് തോന്നും, അതായത് നമ്മൾ ലോൺ എടുക്കുമ്പോൾ ലോണിൻ്റെ ഇൻട്രസ്റ്റ് ഭയങ്കര കൂടുതലാണ്, പക്ഷെ FD ഇടുമ്പോൾ FDയുടെ ഇൻട്രസ്റ്റ് കമ്പാരിറ്റീവ്ലി കുറവാണ്. എന്തുകൊണ്ടാണ് ബാങ്കുകളിലെ FDയുടെ പലിശ ലോണിൻ്റെ പലിശ വെച്ച് കമ്പാരിറ്റീവ്ലി കുറവാകുന്നത്? എന്താണ് അതിൻ്റെ പിന്നിലുള്ള ഒരു ശാസ്ത്രം? ശാസ്ത്രം ഇത്രയേ ഉള്ളൂ. ബാങ്കുകളുടെ സ്ഥാപന ഉദ്ദേശം തന്നെ പ്രവർത്തന ഫണ്ട് കണ്ടെത്തി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. ഇതൊന്നും ബഡ്ജറ്ററി അലൊക്കേഷന് കൊണ്ട് വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളല്ല. അപ്പോൾ ഇതെല്ലാം കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണെന്നാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു തെറ്റായ കാഴ്ചപ്പാട് നമുക്കുണ്ട്. ബാങ്കുകൾ എപ്പോഴും സോഷ്യൽ സർവീസിന് മാത്രം ഇത് ചെയ്താണ്. അവിടെ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, അവിടെ ഗവൺമെൻറ് ഉണ്ട്, അവിടെ കസ്റ്റമേഴ്സിൻ്റെ എക്സ്പെക്റ്റേഷൻസ് കൂടുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ബാങ്കുകൾക്ക് പ്രവർത്തന ചെലവുകളുണ്ട്, അവർക്ക് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ ലോൺ കൊടുക്കുന്ന റിസ്ക്, അതിനകത്തൊരു റിസ്ക് എപ്പോഴും ഉണ്ട്. NPAയുടെ കിട്ടാക്കടം വരുന്നതിൻ്റെ റിസ്ക്, പ്രവർത്തന ചെലവുകളുടെ, ഈ ലോൺ പരിശോധിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ആളുകളുടെ, സ്ഥാപനങ്ങളുടെ ഒക്കെ കോസ്റ്റ് ഇതിനകത്താണ് വരേണ്ടത്. ഈ ലോണിൻ്റെ കോസ്റ്റ് ഓഫ് ബോറോയിങ്ങിനകത്ത് തന്നെ വരണം. പിന്നെ ഡെപ്പോസിറ്റേഴ്സിന് കൊടുക്കേണ്ടതായിട്ടുള്ള റേറ്റും ഉണ്ട്. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസിനാണ് നമ്മൾ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിനും ഗ്രോസ് ഇൻട്രസ്റ്റ് മാർജിനും അതിൽ നിന്ന് എക്സ്പെൻസ് കഴിഞ്ഞിട്ടുള്ളതാണ് നെറ്റ് ഇൻട്രസ്റ്റ് മാർജിനും വരുന്നത്. അപ്പോൾ ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം ഈ മാർജിൻ മെയിൻറ്റെയിൻ ചെയ്യപ്പെടുക എന്നുള്ളത് അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും എല്ലായ്പ്പോഴും ഡെപ്പോസിറ്റ്സ് റേറ്റ്സും ലെൻഡിങ് റേറ്റും ലോൺ റേറ്റും തമ്മിൽ വ്യത്യാസം വരുന്നത്. അപ്പോൾ അവിടെ പല ബാങ്കുകളും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാകും. അതിൻ്റെ ഡിഫറൻസ് അതിനകത്ത് ഗ്യാപ്പ് ഉണ്ടാകും. കാരണം ഓരോ ബാങ്കുകളുടെയും കാസ റേഷ്യോ എന്ന് പറയും. കാസ റേഷ്യോ എന്ന് കറണ്ട് അക്കൗണ്ട് ആൻഡ് സേവിങ്സ് അക്കൗണ്ട് റേഷ്യോ വേഴ്സസ് ഫിക്സഡ് ഡെപ്പോസിറ്റ്. ഫിക്സഡ് ഡെപ്പോസിറ്റ്സിനെ ചേർത്ത് വായിക്കുമ്പോൾ കറണ്ട് അക്കൗണ്ടിലും സേവിങ്സ് അക്കൗണ്ടിലെ ബാലൻസുകളാണ് ബാങ്കുകൾക്ക് കോസ്റ്റ് ഇഫക്റ്റീവായിട്ട് കിട്ടുന്നത്. കാരണം കറണ്ട് അക്കൗണ്ടിലേക്ക് പലിശ കൊടുക്കുന്നില്ല, സേവിങ്സ് അക്കൗണ്ടുകൾക്ക് നാമമാത്രമായിട്ടുള്ള പലിശകൾ അല്ലെങ്കിൽ ചെറിയ പലിശകളെ കൊടുക്കുന്നുള്ളൂ. ഫിക്സഡ് ഡെപ്പോസിറ്റ്സിനാണ് അതേ സമയത്ത് വളരെയധികം പലിശ കൊടുക്കേണ്ടി വരുന്നത്, വളരെ കൂടുതൽ. അപ്പോൾ ഇതിൻ്റെ കോമ്പിനേഷനാണ് ബാങ്കുകളുടെ കോസ്റ്റ് ഓഫ് ഫണ്ട് എന്ന് പറയുന്നത്. ഈ കോസ്റ്റ് ഓഫ് ഫണ്ട് അനുസരിച്ചിട്ടാണ് അതിൻ്റെ മാർജിനും ആഡ് ചെയ്തിട്ടാണ് ലെൻഡിങ് റേറ്റ് തീരുമാനിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കാണുന്നത് ഓരോ ബാങ്കുകളുടെയും ഡെപ്പോസിറ്റ്സ് റേറ്റ്സും വ്യത്യാസമായിരിക്കും, ലെൻഡിങ് റേറ്റിനകത്തും ഈ വ്യത്യാസം പ്രകടമായിട്ടിരിക്കുക. കൂടുതൽ കാസ ഡെപ്പോസിറ്റ്സ് ആകർഷിക്കാൻ കെൽപ്പുള്ള ബാങ്കുകളുടെ ലെൻഡിങ് റേറ്റും കുറവായിരിക്കും.
അപ്പോൾ ഈ ഒരു റീസൺ കൊണ്ട് തന്നെയാണോ ഈ നാഷണലൈസ്ഡ് ബാങ്കിനേക്കാൾ കൂടുതൽ ഇപ്പോൾ RBI റെഗുലേറ്റഡ് ആണെങ്കിൽ പോലും NBFCകളൊക്കെ കൂടുതൽ ഇൻട്രസ്റ്റ് ചുമത്തുന്നത് ഈ ഒരു റീസൺ കൊണ്ടാണോ? ഈ ഒരു റീസണിന്റെ റിവേഴ്സ് കൊണ്ടാണ്. ഓക്കെ. അപ്പോൾ NBFCകൾ RBI റെഗുലേറ്റഡ്, ഹരിപ്രിയ പറഞ്ഞതുപോലെ റെഗുലേറ്റഡ് ആണെങ്കിൽ പോലും അതിലുള്ള ചലഞ്ച് എന്ന് വെച്ചാൽ അവർക്ക് സേവിങ്സ് അക്കൗണ്ടോ കറണ്ട് അക്കൗണ്ടോ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ. അവർക്ക് ഡെപ്പോസിറ്റ്സ്, അത് ബോണ്ടുകളായിട്ടോ കടപ്പത്രങ്ങളായിട്ടോ പൈസ കളക്ട് ചെയ്തിട്ട് അതിന് മുകളിൽ വേണം അവർക്ക് എന്ത് ചെയ്യാനായിട്ട്, ലെൻഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ രണ്ട് വലിയ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ബാങ്കുകൾക്ക് കാസ ഡെപ്പോസിറ്റ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ട് ലോ കോസ്റ്റിൽ ഫണ്ട് കിട്ടുന്നു. അപ്പോൾ അത് അവർക്ക് ലോ കോസ്റ്റിൽ ഡിപ്ലോയ് ചെയ്യാൻ പറ്റുന്നു, ലോൺ കൊടുക്കാനായിട്ട് പറ്റുന്നു. NBFCകൾക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ലാത്തതുകൊണ്ട് അവർക്ക് മാർക്കറ്റിൽ നിന്ന് ഹയർ റേറ്റിന് ബാങ്കുകൾ കിട്ടുന്നതിനേക്കാളും 4-5% കൂടിയാണ് അവരുടെ ഡെപ്പോസിറ്റ്സ് റേറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ അവർ ലെൻഡ് ചെയ്യുമ്പോൾ നാച്ചുറലായിട്ടും ആ ഡിഫറൻസ് ഉണ്ടായിരിക്കും. രണ്ടാമത്, ബാങ്കുകൾക്കുള്ളത് പോലത്തെ ഇക്കണോമീസ് ഓഫ് സ്കെയിൽ, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ കൂടുതൽ ബ്രാഞ്ചുകൾ, കൂടുതൽ കസ്റ്റമേഴ്സ് എപ്പോഴും NBFCs കുറവായിരിക്കും. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് ഓഫ് ക്രെഡിറ്റ്, ആ ഒരു ലോൺ കൊടുക്കുന്നതിന് ചുറ്റുപാടുമുള്ള അവരുടെ പ്രവർത്തന ചെലവുകൾ NBFCsന് കൂടുതലുമായിരിക്കും പെർ കസ്റ്റമർ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ടാണ് NBFCകൾക്ക് ഹയർ കോസ്റ്റ് ഓഫ് ഡെപ്പോസിറ്റ്സ് ഉള്ളതുകൊണ്ട് തന്നെ അവരുടെ ലെൻഡിങ് റേറ്റിലും ഈ ഒരു മാറ്റം കാണാൻ പറ്റും. മറ്റൊന്നുകൂടി ഉണ്ട് കേട്ടോ, കസ്റ്റമേഴ്സിൻ്റെ ക്രെഡിറ്റ് ക്വാളിറ്റിയും രണ്ടും വ്യത്യാസമായിരിക്കും. അതോടൊപ്പം തന്നെ NBFCയുടെ കാര്യം ചോദിച്ചാൽ ഞാൻ സ്മാൾ ഫിനാൻസ് ബാങ്കുകളുണ്ടല്ലോ, അപ്പോൾ ഇവര് മറ്റ് നാഷണലൈസ്ഡ് ബാങ്കുകളെ കമ്പയർ ചെയ്യുമ്പോൾ ഡെപ്പോസിറ്റുകൾക്ക് കുറച്ചുകൂടെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതൽ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ പലിശയും ഈ പറയുന്ന ലോണിനും അവർക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചുകൂടെ കൂടുതലായിരിക്കും. ഇപ്പോൾ വേറൊരു സംശയം എനിക്കുള്ളത്, ഇപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഈ ഒരു സിസ്റ്റത്തിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ഈ നോ കോസ്റ്റ് EMI പരിപാടികൾ ചെയ്യുന്നുണ്ടല്ലോ, NBFCകൾ ചെയ്യുന്നുണ്ട്, ബാങ്കുകൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഓൺലൈൻ ഷോപ്പിങ്ങും e-commerce ഒക്കെ ഭയങ്കരമായിട്ട് കൂടുന്നത് കൊണ്ട് ഈ ഒരു സംവിധാനങ്ങളൊക്കെ ആളുകൾക്ക് പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർ പറയുന്നുണ്ട്. അപ്പോൾ ഈ നോ കോസ്റ്റ് EMI കൊടുക്കുമ്പോൾ ആ ഒരു കൺസെപ്റ്റ് ശരിക്കും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നുണ്ടാവുക? കാരണം ഇവർക്ക് ഈ പറയുന്ന കോസ്റ്റ് ഓഫ് ഫണ്ട് എടുക്കേണ്ട സാഹചര്യങ്ങളൊക്കെ കൂടുതലാണെങ്കിൽ നോ കോസ്റ്റ് EMI കൊടുക്കുന്നത് ബാങ്കുകളെ സംബന്ധിച്ച് നഷ്ടമല്ലേ? അപ്പോൾ അതിൻ്റെ പിന്നിൽ എങ്ങനെയാണ് അത് ആ ഒരു വർക്ക് വരുന്നത്? നമ്മൾ ജനറലി പറയും വേൾഡിൽ ദർ ഇസ് നോ ഫ്രീ ലഞ്ച്. ആരും ഫ്രീ ആയിട്ട് നമുക്ക് ഭക്ഷണം മേടിച്ച് തരുന്നില്ല. അപ്പോൾ പ്രത്യേകിച്ചും ഞാൻ ആദ്യം പറഞ്ഞ പോലെ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ബാങ്കുകൾ, കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള NBFCs ലോൺ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറത്ത് ഒരു കൊമേഴ്ഷ്യൽ ഇൻട്രസ്റ്റ് തന്നെ അതിനകത്തുണ്ട്. അപ്പം സീറോ കോസ്റ്റിനകത്ത് നമുക്കൊരു കസ്റ്റമേഴ്സിന് ഒരിക്കലും ആർക്കും കൊടുക്കാൻ പറ്റത്തില്ല. പിന്നെ അത് പാക്കേജിങ് ആണ്. എന്താണ് ഈ പാക്കേജിങ് എന്ന് പറയുന്നത്? മാനുഫാക്ചർ കൊടുക്കുന്ന ഡിസ്കൗണ്ടോ ഡീലർ കൊടുക്കുന്ന ഡിസ്കൗണ്ടുകളോ അവരൊരു ഇൻട്രസ്റ്റ് പോർഷനാക്കി മാറ്റിയിട്ട്, അപ്പോൾ ഡിസ്കൗണ്ടിന് പകരമായിട്ട് സീറോ കോസ്റ്റിനകത്ത് ആ പ്രൊഡക്റ്റ് കൊടുക്കുകയും ഓവർ എ പീരീഡ് ഓഫ് ടൈമിൽ അത് തിരിച്ചടപ്പിക്കുകയും ചെയ്യും. അപ്പോൾ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം പർച്ചേസിങ് പവർ മാനുഫാക്ചർക്കും ബെനിഫിറ്റ് ആണ്. അപ്പോൾ ഞാനൊരു ഐഫോൺ മേടിക്കാൻ നോക്കിയാൽ 1 ലക്ഷം രൂപ എൻ്റെ കയ്യിൽ നിന്ന് നേരെ എടുക്കണം. എൻ്റെ കയ്യിൽ അഫോർഡബിളായി ലോ കോസ്റ്റ് EMI നോ കോസ്റ്റ് EMI ഇല്ലെങ്കിൽ എൻ്റെ കയ്യിൽ 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഐഫോൺ മേടിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഐഫോൺ മേടിക്കുമ്പോൾ എനിക്ക് നാച്ചുറലായിട്ട് ബാർഗെയിൻ ചെയ്ത് കിട്ടാകുന്ന ചില ഡിസ്കൗണ്ടുകൾ ഉണ്ടാകാം. അത് ഞാൻ ഫോർഗോ ചെയ്യുകയാണെങ്കിൽ, ഇവിടെ ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇത് പറയുന്നത്, ഫോർഗോ ചെയ്യുകയാണെങ്കിൽ മാനുഫാക്ചറർ ആ ഡിസ്കൗണ്ടിനെ ഇൻട്രസ്റ്റ് ആക്കി മാറ്റുകയും ഒരു ധനകാര്യ സ്ഥാപനവുമായി ചേർന്നിട്ട് ഇൻട്രസ്റ്റ് ആക്കി മാറ്റുകയും അത് നമ്മൾ അടുത്ത 6 മാസം കൊണ്ടോ 12 മാസം കൊണ്ടോ അത് കൊടുത്തു തീർക്കുകയും, അപ്പോൾ എനിക്ക് ഒരു എൻ്റെ പർച്ചേസിങ് പവർ കൂടുകയാണ്. ഒരു സാധാരണക്കാരൻ നിലയിൽ എനിക്ക് ആ മെറ്റീരിയൽ സ്വായത്തമാക്കാനായിട്ടുള്ള സംഭവം എനിക്ക് നേരത്തെ കിട്ടുകയാണ് ചെയ്യുന്നത്. എനിക്ക് ഓവർ എ പീരീഡ് ഓഫ് ടൈമിൽ തടച്ചു തീർത്താൽ മതി. അപ്പോൾ ഒരിക്കലും നമ്മൾ വിചാരിക്കരുത് സീറോ കോസ്റ്റ് EMIയിൽ ആരെങ്കിലും കൊണ്ടുവന്ന് നമ്മളോട് കൺസ്യൂം ചെയ്യാൻ പറയും, അതിനുള്ള ഫെസിലിറ്റേഷൻ ചെയ്തു. ഇതിനകത്തൊരു കൊമേഴ്ഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ട്, പ്ലസ് പ്രോസസ്സിങ് ചാർജ് ഉണ്ട്, EMI തെറ്റിയാലുള്ള പെനാൽറ്റി ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ടുള്ള ഒരു വലിയ കോസ്റ്റ് ഉപഭോക്താവിന് അതിന് തീർച്ചയായിട്ടും വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ സീറോ കോസ്റ്റ് EMIയുടെ കൺസെപ്റ്റ് പോലെ തന്നെ ഒരു ലോൺ എടുക്കുമ്പോൾ ഒരു സാധാരണക്കാർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ലോൺ എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, ഏത് സ്ഥാപനത്തിൽ നിന്നാണ് ലോൺ എടുക്കുന്നത്. ഞാൻ പ്രത്യേകിച്ചും അതൊരു വളരെ റിലവൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. സോഷ്യൽ മീഡിയ വഴി, വാട്സാപ്പ് വഴി ലോൺ കൊടുക്കുക,
കേൾക്കാത്ത സോഷ്യൽ മീഡിയ ആപ്പുകൾ വഴി ലോൺ കൊടുക്കുക, നിയമപരമല്ലാത്ത ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ചെന്ന് ചാടിയിട്ട് ഒരുപാട് പേര് ആത്മഹത്യകളിലേക്കും കഷ്ടപ്പാടിലേക്കൊക്കെ പോകുന്നു. നമ്മൾ എന്നും പത്രങ്ങളിലൊക്കെ വായിക്കുന്നതാണ്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ആദ്യം ചെയ്യേണ്ടത് എവിടെ നിന്നാണ് എൻ്റെ ലോൺ എടുക്കുന്നത്, എന്ത് പർപ്പസിനാണ് ലോൺ എടുക്കുന്നത്, പ്രൊഡക്റ്റീവായിട്ടുള്ള പർപ്പസിനാണോ അത് കൺസംഷൻ ആണോ? എനിക്ക് പറയാനായിട്ടുള്ളത് നമ്മളുടെ ലോണുകൾ മെയിനായിട്ട് പ്രൊഡക്റ്റീവായിട്ടുള്ള പർപ്പസുകൾക്ക് വേണ്ടിയിട്ട് ലിമിറ്റ് ചെയ്യാൻ നോക്കുക. കൺസംഷൻ വേണ്ട എന്നല്ല, പക്ഷേ കൺസംഷൻ എടുക്കുമ്പോഴും നമുക്ക് ആവശ്യമാണോ, നമ്മുടെ അത്യാഗ്രഹമാണോ, ഗ്രീഡാണോ, നീഡാണോ എന്ന് നോക്കിയിട്ട് വേണം ലോണുകൾ എടുക്കാനായിട്ട്. രണ്ടാമത് നോക്കേണ്ടത് അത് ഫിക്സഡ് ലോണാണോ ഫ്ലോട്ടിംഗ് റേറ്റിനകത്താണോ. അതായത് RBIയുടെ റേറ്റ് ചേഞ്ച്, റിപ്പോ റേറ്റ് ഒക്കെ വരുന്ന മാറ്റങ്ങൾ അനുസരിച്ചിട്ട് എൻ്റെ ലോണിൻ്റെ കോസ്റ്റ് കൂടുമോ അതോ എൻ്റെ ലോണിൻ്റെ കോസ്റ്റ് ഫിക്സഡ് ആണോ, പ്രോസസ്സിംഗ് ഫീ ഉണ്ടോ, അതെത്രയാണ്, അക്സെപ്റ്റബിൾ ആണോ, പ്രീ പേയ്മെൻറ്റിന് ചാർജസ് ഈടാക്കുന്നുണ്ടോ. ചില ബാങ്കുകളിൽ പ്രീ പേയ്മെൻറ്റ് ചാർജ് ഉണ്ടാവില്ല, ചില ബാങ്കുകളിൽ ഉണ്ടാകും. മറ്റൊന്ന് NBFCയിൽ നിന്നൊക്കെ എടുക്കുമ്പോൾ ഉള്ളൊരു കാര്യം, നമുക്ക് ഫിക്സഡ് റേറ്റ് ആണോ ഫ്ലോട്ടിംഗ് റേറ്റ് ആണോ എന്ന് ഞാൻ ആദ്യം പറഞ്ഞു. മറ്റൊന്ന് നോക്കേണ്ടത് റിഡ്യൂസിങ് ബാലൻസിനാണോ. നമ്മൾ അടയ്ക്കുന്ന പൈസ പ്രിൻസിപ്പളിൽ നിന്ന് കുറഞ്ഞിട്ട് റിമൈനിങ് ബാലൻസിനാണോ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ കൂടിയിട്ട് നോക്കുക. പലയിടത്തും ഫ്ലാറ്റ് റേറ്റുകളാണ്, പലയിടത്തും മന്ത്ലി റെഡ്യൂസിങ് ആയിരിക്കത്തില്ല, ചിലയിടത്ത് 3 മാസം കൂടുമ്പോഴുള്ള ത്രൈമാസ ക്വാർട്ടർലി ഇതായിരിക്കും, ചിലയിടത്ത് 6 മന്ത്ലി ആയിരിക്കും. അപ്പോൾ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ലോൺ എടുക്കാനായിട്ട്. പ്ലസ് അതിൻ്റെ EMI എത്രയാണ്, അതിൻ്റെ പ്രിൻസിപ്പളിലേക്ക് എത്ര പോകുന്നു, എനിക്കത് കൂടുതൽ അടയ്ക്കാനായിട്ടുള്ള സൗകര്യങ്ങളുണ്ടോ. പ്രത്യേകിച്ച് EMI ഹൗസിംഗ് ലോണിൻ്റെ EMI ഒക്കെ എടുക്കുന്നവരോട് പറയാനായിട്ടുള്ളത് പ്രിൻസിപ്പളിലേക്ക് എത്ര പോകുന്നു എന്ന് നമ്മൾ ഉറപ്പ് വരുത്തുന്നുണ്ട്. എങ്കിൽ മാത്രമേ കാലം അല്ലെങ്കിൽ ഈ ലോൺ ഒരുപാട് കാലത്തേക്ക് നീണ്ടുപോകും തിരിച്ചടവ്. ഇതെല്ലാം നോക്കിയിട്ട് വേണം. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ നമ്മൾ മടിക്കരുത്. അതുകൊണ്ട് ഒരു ബാങ്കും ലോൺ റിജക്റ്റ് ചെയ്ത ചരിത്രമില്ല. നമ്മുടെ തെറ്റായ ധാരണയാണ് ബാങ്കിൽ നിന്ന് വരുന്ന എക്സിക്യൂട്ടീവിനോട്, ബാങ്ക് മാനേജറോട് ഈ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചാൽ എൻ്റെ ലോൺ റിജക്റ്റ് ആയി പോകുമോ എന്നുള്ള പേടി. ഇതെല്ലാം ചോദിച്ച് അറിഞ്ഞിട്ട് വേണം ലോണുകൾ പ്രോസസ്സ് ചെയ്യാനായിട്ട് ഒരു കസ്റ്റമർ പോകേണ്ടത്. സർ, ഹോം ലോണിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ അത് തന്നെയായിരുന്നു. ഈ ഹോം ലോൺ നമ്മൾ 20 വർഷത്തേക്ക് എടുക്കും അല്ലെങ്കിൽ 25 വർഷത്തേക്ക് ഒരു ഹോം ലോൺ എടുത്തു കഴിഞ്ഞാൽ നമ്മളിത് അടച്ചാൽ EMIയിലോട്ട് മാത്രമേ പോകുന്നത്. എങ്ങനെയാണ് ഈ ഹോം ലോണിൻ്റെ ഒരു ലോൺ അടവ് വർക്കാവുന്നത്? ഇത് എപ്പോഴും സോഷ്യൽ മീഡിയയിൽ വഴി കേൾക്കുന്നൊരു കാര്യമാണ്. അതിനകത്ത് ആദ്യമേ തന്നെ പറയട്ടെ, ഒരു ബാങ്കിൻ്റെ ഫണ്ട് നമ്മൾ എത്ര കാലം ഉപയോഗിക്കുന്നു എന്നതിനനുസരിച്ചിട്ടിരിക്കും ഇതിൻ്റെ തിരിച്ചടവ് പോകുന്നത്. ഉദാഹരണത്തിന് ഈ എടുക്കുന്ന ഹോം ലോൺ അസ്യൂമിങ് 10 ലക്ഷം രൂപ ലോൺ എടുത്തു എന്ന് വിചാരിക്കാം, നമുക്കൊരു എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഇത് നമുക്ക് 5 വർഷം കൊണ്ട് തിരിച്ചടയ്ക്കാം, 10 വർഷം കൊണ്ട് തിരിച്ചടയ്ക്കാം, 20 വർഷം കൊണ്ട് തിരിച്ചടയ്ക്കാം. അപ്പോൾ നമ്മൾ ആസ് എ ബോറോവർ ആയിട്ട് നമ്മളാണ് തീരുമാനിക്കേണ്ടത് എത്ര കാലം കൊണ്ട് ഞാനിത് തിരിച്ചടയ്ക്കണം, എത്ര കാലം ഈ ബാങ്കിൻ്റെ പൈസ എൻ്റെ കയ്യിൽ വെച്ചിരിക്കണം എന്നുള്ളത്. അതനുസരിച്ചിട്ട് ഈ പ്രശ്നം മാറി കിട്ടും. ആദ്യത്തെ പ്രശ്നം. രണ്ടാമത് അവരുടെ തരുന്ന റീപേയ്മെൻറ്റ് ഷെഡ്യൂളിൽ നോക്കണം ക്യാപിറ്റലിലേക്ക് എത്ര പോകുന്നുണ്ട്, ഇൻട്രസ്റ്റിലേക്ക് എത്ര പോകുന്നുണ്ട്. അതിന് ബാങ്കുകൾക്ക് ഒരു ഫോർമുലയുണ്ട് അത് പോകാനായിട്ട്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് ക്യാപിറ്റലിലേക്കുള്ള തിരിച്ചടവ് ഇപ്പോൾ ഈ കേസിൽ തന്നെ ഉദാഹരണത്തിൽ 20,000 രൂപയാണ് എൻ്റെ തിരിച്ചടവ് 5 വർഷത്തേക്ക് വരുന്നതെങ്കിൽ ഞാനത് തുടക്കം മുതലേ ഒരു 22,000 രൂപയാക്കിയാൽ ഈ 5 വർഷം എന്നുള്ളത് 4 വർഷം കൊണ്ട് എനിക്ക് തിരിച്ചടയ്ക്കാൻ പറ്റും. കാരണം അഡീഷണൽ അടയ്ക്കുന്ന 2,000 രൂപ എങ്ങോട്ടേ പോകത്തുള്ളൂ, പ്രിൻസിപ്പലിലേക്ക് പോകത്തുള്ളൂ. അപ്പോൾ പ്രിൻസിപ്പൽ അങ്ങനെ കുറഞ്ഞു വരും. ഈ ഒരു അപ്രോച്ച് ഓരോ ഹോം ലോൺ എടുക്കുന്നവരും തീരുമാനിക്കുക. ഇനി മറ്റൊന്ന് എനിക്ക് പറയാനായിട്ടുള്ളത്, ഒരു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് രംഗത്തുള്ള ആളെന്നുള്ളവർ പറയാം, എൻ്റെ ഒരു കോൺസെപ്റ്റിൽ പറഞ്ഞാൽ കുറഞ്ഞ പലിശയ്ക്ക് ലോൺ കിട്ടുന്നുണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് നല്ലത്. ബാക്കിയുള്ള പൈസ നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂവിലേക്ക് മാറ്റാൻ പറ്റുക. എനിക്ക് 7%, 7.5%, 8% ഹോം ലോൺ ഒരു ബാങ്ക് തരുമ്പോൾ എൻ്റെ അസറ്റ്, എൻ്റെ വീടെന്ന് പറയുന്നത് ഞാൻ അവിടെ ഇത് കൊടുത്തിരിക്കുകയാണ്, സേഫ്റ്റി ഗ്യാരണ്ടി ആയിട്ട് കൊടുത്തിരിക്കുകയാണ്, മോർഗേജ് ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിനെതിരായിട്ട് കിട്ടുന്ന പൈസ ഉപയോഗിച്ചിട്ട് എനിക്ക് വരുന്ന അഡീഷണൽ 2,000 രൂപ, ഞാൻ ഈ കേസിൽ പറഞ്ഞ പോലെ 2,000 രൂപ, 3,000 രൂപ, 5,000 രൂപ ഉണ്ടെങ്കിൽ ഞാൻ SIPയിലേക്ക് മാറ്റുകയല്ല. എനിക്ക് ഈ ലോൺ ഓവർ എ പീരീഡ് ടൈമിൽ അടഞ്ഞു പോവുകയും എനിക്ക് SIPയിലൂടെ ഒരു വലിയ ഒരു സാമ്പത്തികമായിട്ടുള്ള ഭദ്രത എനിക്കൊരു സൈഡിൽ കൈവരിക്കാനായിട്ട് പറ്റുകയും ചെയ്യും. എൻ്റെ വീടിൻ്റെ ആധാരം 20 വർഷം അവിടെ ബാങ്കിലിരിക്കും, അവിടെ സേഫായിരിക്കും, അവിടെ ഇരുന്നോട്ട്. എൻ്റെ യൂട്ടിലിറ്റിക്ക് മാറ്റം വരുന്നില്ല, ഉപയോഗത്തിന് മാറ്റം വരുന്നില്ല, ഒന്നിനും മാറ്റം വരുന്നില്ല.
അപ്പോൾ ഇതാണ് വ്യത്യസ്തമായിട്ട് എനിക്ക് പറയാനായിട്ടുള്ളത്. നമ്മൾ ആരും ലോൺ അടയ്ക്കണം എന്നുള്ള തത്രപ്പാടിൽ മാത്രം ഓടി നടക്കണ്ട. തീർച്ചയായിട്ടും അതവിടെ സേഫായിട്ട് അടയ്ക്കാൻ കഴിവുള്ളിടത്തോളം കാലം അപ്പുറത്ത്. പക്ഷേ അതേ പൈസ ആ 2000 രൂപ ഉപയോഗിച്ച് ഞാൻ ഷവർമ വാങ്ങി തിന്ന് മാത്രം ജീവിക്കുകയാണെങ്കിൽ ബെറ്ററായിട്ട് ക്യാപിറ്റലിലേക്ക് അടയ്ക്കുകയായിരിക്കും നല്ലത്. ആ പൈസയെ ബുദ്ധിപൂർവമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ലോൺ കണ്ടിന്യൂ ചെയ്യുന്നത് നല്ലതാണ്. ലോ കോസ്റ്റ് ലോൺ ആണെങ്കിൽ കണ്ടിന്യൂ ചെയ്യുന്നത് നല്ലതാണ്. എനിക്ക് അപ്പുറത്ത് റിസർവ് ഫണ്ട് എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുകയും ചെയ്യും. അപ്പോൾ എനിക്കൊരു അഡീഷണൽ സംശയമുണ്ട്. അതായത് നമ്മൾ ഈ ബാലൻസ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് പലപ്പോഴും ഒരു ഐഡിയ ആയിട്ട് പറയാറുണ്ട്. അതേപോലെ തന്നെ വേറൊരു എൻ്റെ സംശയം എനിക്കുള്ളത്, ഈ ഹോം ലോൺ എടുക്കുന്ന സമയത്ത് തന്നെ ഇൻഷുറൻസും കൂടെ എടുക്കാൻ വേണ്ടിയിട്ട് പറയാറുണ്ട്. ഈ രണ്ട് കാര്യങ്ങളും എത്രത്തോളം ഒരു വായ്പ എടുക്കുന്ന ആൾക്ക് ഗുണകരമാവുന്നുണ്ട്? ആദ്യമേ നമുക്ക് ഇൻഷുറൻസിൻ്റെ കാര്യം പറയാം. എന്തുകൊണ്ടാണ് ഇൻഷുറൻസ് എടുക്കുന്നത് എന്നതിനകത്തൊരു വലിയ ശരിയുണ്ട്. അതായത് നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ, ലോണിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അയാളുടെ ഇൻകത്തിൻ്റെ പുറത്താണ് ഈ 10 വർഷത്തെ 20 വർഷത്തെ ലോണിൻ്റെ റീപേയ്മെൻറ്റ് പോകേണ്ടത്. അപ്പോൾ നാളെ നമ്മൾ വലിയ ആശയോടെ പ്രതീക്ഷയോടെ ബിൽഡ് ചെയ്തിരിക്കുന്ന ആ വീട് നമ്മളുടെ ജീവൻ എന്തെങ്കിലും പറ്റുന്ന കാരണങ്ങൾ കൊണ്ട് തിരിച്ചടവ് മുടങ്ങിക്കഴിഞ്ഞാൽ അത് ജപ്തി ചെയ്തുകൊണ്ട് പോകുന്ന രീതിയിലേക്ക് വരാതിരിക്കാനായിട്ട് ഈ ലോണിനെ കവർ ചെയ്തിട്ടുള്ള ഇൻഷുറൻസുകൾ എടുക്കുന്നത് തീർച്ചയായിട്ടും നല്ലതാണ്. അപ്പോൾ നമ്മുടെ സക്സസേഴ്സിന് അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് നമ്മുടെ മരണം മൂലം ഉണ്ടാകുന്ന 2 ഷോക്ക് വരും. ഒന്ന് നമ്മുടെ ഇൻകം നിൽക്കും, മറ്റൊന്ന് നമ്മുടെ കിടപ്പാടം ജപ്തി ചെയ്തുകൊണ്ട് പോകും. ഇത് ഒഴിവാക്കാനായിട്ട് ചെറിയ പ്രീമിയത്തിൽ ഈ ഇൻഷുറൻസ് എടുക്കുന്നത് തീർച്ചയായിട്ടും അനുയോജ്യവും അഭികാമ്യവും നിർബന്ധമായും ചെയ്യേണ്ടതുമാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ബാങ്കുകളെല്ലാം തന്നെ അത് മാൻഡേറ്ററി ആക്കുന്നതുകൊണ്ട്. അതല്ലെങ്കിൽ പോലും ഞാൻ പറയുകയാണ്, ഈവൻ ചെറിയ അങ്ങനെ അല്ലാത്ത സ്ഥലങ്ങളിൽ നിന്ന് ലോൺ എടുക്കുമ്പോൾ പോലും ഇത്തരത്തിലുള്ള ഇൻഷുറൻസ് എടുത്ത് വെക്കേണ്ടത് ആവശ്യമാണ്. രണ്ടാമത്തെ കാര്യം ബാലൻസ് ട്രാൻസ്ഫറിൻ്റെ കാര്യമാണ്. നമുക്ക് ഇതൊരു വളരെ അധികം ഇന്ന് ഉപയോഗിക്കപ്പെടുന്ന, അതായത് അറിവുള്ളവർ ഉപയോഗിക്കപ്പെടുന്ന കാര്യമാണ്. നമ്മൾ എല്ലാവരിലേക്ക് എത്തിക്കാനായിട്ട് ഈ പ്ലാറ്റ്ഫോം ഉപകരിക്കുമെങ്കിൽ നല്ലതാണ്. അതായത് ബാങ്കുകളുടെ ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് കോമ്പറ്റീഷൻ ഉള്ള മേഖലയാണ്. അപ്പം നമുക്ക് മറ്റുള്ള ബാങ്കുകളിൽ നിന്ന് കുറഞ്ഞ ചിലവിൽ ലോൺ കിട്ടുമെന്നുണ്ടെങ്കിൽ നമുക്കതിലേക്ക് മാറുന്നതിൽ തെറ്റില്ല, പ്രൊവൈഡഡ് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, അവർ തരുന്ന ലോൺ ഫിക്സ്ഡ് ആണോ ഫ്ലോട്ടിംഗ് ആണോ? 2, അഡീഷണൽ പ്രോസസ്സിംഗ് ചാർജ് ഉണ്ടോ? നിലവിലുള്ള ബാങ്കിൽ പ്രീ പേയ്മെൻറ്റിന് ചാർജസ് ഉണ്ടോ? അടുത്ത് നോക്കേണ്ടത് വീണ്ടും ഈ ഡോക്യുമെൻറ്റേഷൻ എല്ലാം ആ ബാങ്കിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫൈനാൻഷ്യലി മെച്ചമുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരു പേപ്പറിലോ ഒരു എക്സൽ ഷീറ്റിലോ ഇട്ട് നോക്കണം നമ്മൾ. എന്നിട്ട് വേണം തീരുമാനിക്കാനായിട്ട് അടുത്ത 10 വർഷത്തേക്ക് ഈ ലോൺ ഇങ്ങോട്ട് മാറ്റിയാൽ പ്രയോജനമുണ്ടോ ഇല്ലയോ എന്ന്. അല്ലാതെ ഓരോരുത്തരും പറയുന്ന ആ നോമിനൽ ഇൻട്രസ്റ്റ് റേറ്റ് മാത്രം കണ്ടിട്ട്, അതായത് ഒരു സ്ഥലത്ത് 7.5 കിട്ടുന്നു, ഒരു സ്ഥലത്ത് 7 കിട്ടുന്നു, എന്നാൽ പിന്നെ ഞാൻ 0.5% വേണ്ടിയിട്ട് ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ നിങ്ങൾ മൊത്തം കണക്ക് കൂട്ടി നോക്കുമ്പോൾ ഈ ലോൺ കൂടുതൽ ബാധ്യതകളെ ഒരു പക്ഷേ നിങ്ങൾക്ക് ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് ഇത് രണ്ടും കൺസിഡർ ചെയ്തിട്ട് വേണം ലോണിൻ്റെ ട്രാൻസ്ഫർ വേറൊരു ബാങ്കിലേക്കോ വേറൊരു ധനകാര്യ സ്ഥാപനത്തിലേക്കോ എടുക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും കസ്റ്റമർ ചെക്ക് ചെയ്യണം.